ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് കുർത്തീസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരെണ്ണം മാത്രം നമ്മൾ ആഫ്റ്റർ വാഷിൻ്റെ റിവ്യൂ ആണ് ഷെയർ ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ നല്ല ഇപ്പോൾ മേടിച്ചിട്ടുള്ള കളക്ഷൻസ് ആണ്. കാരണം ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്. സെയിൽ സ്റ്റാർട്ട് ചെയ്തു, 31st സ്റ്റാർട്ട് ചെയ്തു, 5ാം തീയതി വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ മിസ് ചെയ്യേണ്ട. എല്ലാതും നല്ല ടോപ്പ് ബ്രാൻഡ്സ്, അതും 1500+ ടോപ്പ് ബ്രാൻഡ്സിൽ സെയിൽ നടക്കുന്നുണ്ട്. അതും 50 to 80% ഫാഷൻ കാറ്റഗറിയിൽ മാത്രം കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. ഇതിലിപ്പോൾ ഒരു 3 ബ്രാൻഡിൻ്റെ കുർത്തീസാണ് മെയിനായിട്ട് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ബ്രാൻഡ് ഞാൻ പുതിയതായിട്ട് ട്രൈ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ആ ട്രൈ ചെയ്തിട്ടുള്ള ഫസ്റ്റ് കുർത്തി, അതും പിടിക്കുമ്പോഴൊക്കെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ മെറ്റീരിയലാണ് വരുന്നത് ഒരു കുർത്തി. അപ്പോൾ ഈ ഒരു കുർത്തീനെ കുറിച്ച് പറയുകയാണെങ്കിൽ കളർ നോക്കുകയാണെങ്കിൽ അടിപൊളി, ഒരു റസ്റ്റ് ഓറഞ്ച് എന്നൊക്കെ പറയില്ലേ, പിങ്ക് അല്ല ഓറഞ്ചിൽ തന്നെ പെട്ടത്, ഒരു റസ്റ്റ് ഓറഞ്ച് ആ ഒരു കളറിലാണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ. പിന്നെ ഇത് ഒരു എ-ലൈൻ കുർത്തി എന്നും പറയാം, അനാർക്കലി സ്റ്റൈൽ എന്നും പറയാം. എന്നാൽ അനാർക്കലി സ്റ്റൈൽ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ, കാരണം കുറച്ച് ഫ്രില്ല് വന്നിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഇതൊരു എ-ലൈൻ കുർത്തിയാണ്, സ്ട്രെയിറ്റ് അല്ല, എ-ലൈൻ കുർത്തിയാണ്. യോക്കിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറിയുടെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ എംബ്രോയ്ഡറി വർക്ക് ഒരു അംഗ്രക്ക പാറ്റേൺ സ്റ്റൈലിലാണ് ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. പിന്നെ നെക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചൈനീസ് കോളർ നെക്ക്, ചെറിയൊരു വി കട്ട് പോലെ. വി കട്ട് എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു ഡീപ്പ് പോലെ ഫീൽ ചെയ്തു, പക്ഷേ അതിൻ്റെ റീസണും പറയാം കേട്ടോ. ഇനി ഇതിൻ്റെ സ്ലീവ് നോക്കുകയാണെങ്കിൽ 3/4 സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ ഈ ഒരു എൻഡ് പോർഷനിലും ആ ഒരു സെയിം എംബ്രോയ്ഡറിയുടെ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ ടമ്മിയുടെ പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫ്രില്ലിൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ടമ്മി അങ്ങനെ പെട്ടെന്ന് എടുത്ത് കാണിക്കില്ല, ഹൈഡ് ചെയ്തിട്ട് നിൽക്കും കേട്ടോ. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സെയിം ഒരു വർക്കും കാര്യങ്ങളൊന്നുമില്ല, പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. ഇനി നെക്ക് ഡീപ്പ് ആയതിൻ്റെ റീസൺ എന്ന് പറയണത്, ഞാൻ മേടിച്ച സൈസ് ലാർജാണ്. നോർമലി ലാർജ് സൈസ് തന്നെയാണ് എല്ലാ ബ്രാൻഡിനും മിക്കതും മേടിക്കാറുള്ളത്. ഈ ഒരു ബ്രാൻഡ് പുതിയതായിട്ട് ട്രൈ ചെയ്തതാണ്, പക്ഷേ ഇത് കുറച്ച് ലൂസാണ്. അപ്പോൾ ആ ലൂസ് ആയതുകൊണ്ടാണ് ആ ഒരു ഇറക്കം ഇറങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് സൈസ് ആണെങ്കിൽ അത് കുറച്ചുകൂടി കയറി നിൽക്കൂട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ ലാർജ് യൂസ് ചെയ്യണവരാണെങ്കിൽ അവർക്ക് ഒരു സൈസ് ചെറുത് മേടിച്ചാൽ മതിയാവും. പക്ഷേ ഈ ഒരു ഷോൾഡർ ഭാഗം നോക്കുകയാണെങ്കിൽ സൈസൊക്കെ ഏകദേശം ഒരു കറക്റ്റ് ഇതിൽ നിൽക്കുന്നത്. ഒരു പൊടിക്ക് കുറച്ച് ഇറക്കത്തിലാണ് നിൽക്കുന്നത്. ഒരു പൊടിക്ക് അത് അത്ര കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ ഈ ഒരു നമ്മുടെ സൈഡ് വേസ്റ്റ് പോർഷനിലൊക്കെ വരുമ്പോൾ നല്ല ലൂസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ചേഞ്ച് ചെയ്തിട്ട് ഇത് മീഡിയം മേടിക്കുന്നത്. മീഡിയം വരുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ പോർഷൻ കുറച്ചും കൂടെ കയറി നിൽക്കുമ്പോൾ ആ ഒരു ഡീപ്പ് നെക്ക് എന്നുള്ളത് അത് ഫീൽ ചെയ്യില്ല കേട്ടോ. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അടിപൊളി ക്വാളിറ്റിയാണ്. വിസ്കോസ് 100% വിസ്കോസ് മെറ്റീരിയലാണ്. ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ മെറ്റീരിയലാണ്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തത് പലാസോ ടൈപ്പ് ആയിട്ടുള്ള പാൻറ്റ് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പെയർ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടൊരു ഡ്രസ്സ് പോലെ നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെയർ ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ പാൻറ്റ് വേണമെങ്കിൽ പാൻറ്റ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പലാസോ ആണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ പലാസോ വേണ്ട, നമുക്ക് ആങ്കിൾ ലെങ്ത് പാൻറ്റ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അത് പല തരത്തിലിടുമ്പോൾ ആ പാൻറ്റിൻ്റെ ഇടുന്നതിനനുസരിച്ചിട്ട് സ്റ്റൈല് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് ഡ്രസ്സ് മോഡലാണെങ്കിൽ അതൊരു വെസ്റ്റേൺ ടച്ചിലേക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സ് പോലെയാവും. നമ്മൾ പാൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു നോർമൽ കുർത്തി പോലെയായി മാറും കേട്ടോ. പക്ഷേ എന്തൊക്കെയായാലും അടിപൊളി ക്വാളിറ്റിയാണ്, ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ചിട്ട്. അതുപോലെ കളർ അടിപൊളി കളറാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി എല്ലാത്തിനും വെച്ച് ഇഷ്ടമായത് കൊണ്ടാണ് ഫസ്റ്റ് ഇത് കാണിച്ചത്. ഇനി റേറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ സെയിലിനേക്കാളും മുന്നേ മേടിച്ചത് കൊണ്ട് റേറ്റ് 1000 ഉള്ളിൽ നിൽക്കുന്ന റേറ്റുകളാണ് ഇപ്പം ഞാൻ മേടിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ റേറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം സെയിലാണ്. അതും തന്നെയല്ല, 1500+ ബ്രാൻഡ്സ് തന്നെയുണ്ട്. അതിൽ തന്നെ 3 lakh+ ഡിസൈൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ ഇരുന്ന് തപ്പി നോക്കിയാലും നമുക്ക് മതിയാവില്ല. എല്ലാം മേടിക്കണമെന്ന് തോന്നും. അത്രയ്ക്കും
നല്ല നല്ല കളക്ഷൻസാണ് വരുന്നത്. പിന്നെ 80% വരെ ഡിസ്കൗണ്ട് ഉണ്ടല്ലോ ഫാഷൻ കാറ്റഗറിയിൽ. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഞാൻ സെയിം ബ്രാൻഡിൽ നിന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒരു കുർത്തി, അതിന് മുന്നേ ഞാൻ ഇട്ട പലാസോ അത് കാണിക്കാം ഇതിന് കഴിഞ്ഞിട്ട് കേട്ടോ. സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഗ്ലോബസ് ബ്രാൻഡ്, ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് നേരത്തെ ബ്രാൻഡ് വരുന്നത് കേട്ടോ. ഗ്ലോബസ് ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യണത്. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. സൈസിൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുള്ളൂ. അത് നമ്മൾ നോർമലി മേടിക്കുന്ന ലാർജ് ഉള്ളത് അത് മീഡിയം മേടിച്ചാൽ മതിയാവും. ഇനി ഇതും സിംഗിൾ ഒരു സ്ട്രേറ്റ് കുർത്തിയാണ് വരുന്നത്. യോക്കിൽ നോക്കുകയാണെങ്കിൽ എംബ്രോയ്ഡറി വർക്ക്, മിറർ വർക്ക് വന്നിട്ടുണ്ട്. ആ മിറർ വർക്ക് എന്ന് പറയുമ്പോൾ പേപ്പർ മിറർ വർക്കാണ് കേട്ടോ. പിന്നെ യോക്കിൽ ചെറിയൊരു വീനക്ക് കട്ട്, നമ്മൾ നെക്കിൻ്റെ പോർഷനിൽ വീനക്കിൻ്റെ ഒരു കട്ട്. യോക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ യു ആയിട്ട് ഫുൾ വർക്കാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ തുണിയിൽ തന്നെ സെൽഫ് ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ തന്നെ ഒരു സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ സെയിം ആ ഒരു പ്ലെയിൻ കളറിലാണ്, മസ്റ്റേർഡ് കളറിൽ പ്ലെയിൻ കളറിലാണ് വരുന്നത്. ഇതിൽ തന്നെ നമുക്കൊരു 4 കളർ ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ 4-5 കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ സ്ലീവ് കുറച്ച് പ്രത്യേകത തന്നെയാണ് കേട്ടോ. സ്ലീവ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 3/4 സ്ലീവാണ് വരുന്നത്. എൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ബലൂൺ ടൈപ്പ് ഇങ്ങനെ ഫ്രില്ലിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഒരു എൽബോൻ്റെ അവിടേക്ക് എത്തണ്ട, അതിനേക്കാൾ കുറച്ചുകൂടി മുകളിലേക്ക് ലെങ്ത്തിൽ നമുക്കിങ്ങനെ ഒരു കെട്ടാനായിട്ട് ഡ്രോ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും. പക്ഷേ എനിക്ക് ആ ഒരു വിരിവൊന്നും ഫീൽ ചെയ്തില്ല. ഇനി നമ്മുടെ കയ്യിൻ്റെ വണ്ണം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ശരിക്കും ഇതിങ്ങനെ വലിക്കുമ്പോൾ ഇതിങ്ങനെ ബലൂൺ ടൈപ്പായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും. എൻ്റെ കയ്യിൻ്റെ ഇതുകൊണ്ടായിരിക്കും, എൻ്റെ കൈ കുറച്ച് വണ്ണുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം എനിക്കങ്ങനെ കെട്ടിയപ്പോൾ വലിയൊരു ഫീല് തോന്നില്ല. പക്ഷെ കെട്ടാണ്ട് ഇട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഒരു നല്ലൊരു ഡിഫറെൻറ്റ്, നോർമലിനേക്കാളും കുറച്ചുകൂടി വ്യത്യാസമായിട്ട് തോന്നി കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെയിം വർക്ക് തന്നെ ഓവറോൾ വന്നിരിക്കുന്നതാണ്. ലാർജാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. സൈസ് ലൂസാണ് കേട്ടോ. ഗ്ലോബസ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ആരെങ്കിലും മേടിക്കുകയാണെങ്കിൽ നോർമൽ സൈസിൻ്റെ മേടിക്കണേക്കാളും ഒരു സൈസ് ചെറുത് മേടിക്കണം, എന്നാലാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ ബ്രാൻഡിൻ്റെ മേടിക്കുമ്പോൾ മീഡിയം മേടിക്കേണ്ടി വരും, അതാണ് പറഞ്ഞു വരുന്നുണ്ട് അടുത്ത് കേട്ടോ. അപ്പോൾ ഒരു കുർത്തി, സിംഗിൾ ഒരു കുർത്തി. ഇതും ഏകദേശം ഒരു ഞാൻ മേടിച്ച സമയത്ത് 900 സംതിങ്ങാണ് വന്നത്. പക്ഷേ ഇപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഈ സെയിലിൻ്റെ സമയത്തൊക്കെ അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുമല്ലോ. ഇനി അടുത്തത് നേരത്തെ കാണിച്ചത് അതും വിസ്കോസ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് കാണിക്കുന്നേക്കാളും മുന്നേ ഞാൻ അതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ള പലാസോ പാൻറ്റ്. ഇത് ഒരു വൈറ്റ് കളറിലെ പലാസോ പാൻറ്റാണ്. പാൻറ്റ് വരുമ്പോൾ ഞാൻ എപ്പോഴും ഒരു സൈസ് അപ്പ മേടിക്കാറുള്ളൂ. കാരണം നമുക്ക് ഇരിക്കണം, നിൽക്കണം. അപ്പോൾ ഏത് നേരം ഇരിക്കലും നിൽക്കലൊക്കെ ആകുമ്പോൾ ഈ തുടയുടെ ഭാഗത്തൊക്കെ നല്ല വിരിവ് വേണ്ട. അതുപോലെ ഈ ഒരു പിന്നിൽ ബട്ടക്സിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം തുണിയൊക്കെ വേണ്ട. അപ്പോൾ അത് കാരണം ഒരു സൈസ്, ഇപ്പോൾ ലാർജാണ് ഞാൻ കുർത്തി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പാൻറ്റിൻ്റെ സൈസ് ഞാൻ XL ആണ് മേടിക്കാറ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കും. കുറച്ച് ലൂസായാലും പാൻറ്റല്ല, ഉള്ളിലേക്ക് പോകണതല്ല, ആരും കാണുന്നില്ല. നമുക്ക് അടിവശം കുറച്ചല്ലേ കാണുന്നുണ്ടോ. പക്ഷെ നമ്മുടെ കംഫർട്ടബിൾ നമ്മൾ നോക്കണം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് സ്ട്രീറ്റ് ഒരു കുർത്തി. ഇപ്പോൾ ഇത് കുർത്തിയല്ല, പലാസോ. ഇതിപ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ള വാൾഡ്രോപ്പിലുള്ള ഒരു പാൻറ്റൊക്കെ ആയിരിക്കും. നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു വൈറ്റ്, ബ്ലാക്ക് അല്ലെങ്കിൽ ബേജ് കളർ, ഇതൊക്കെ എല്ലാവരുടെയും കയ്യിലുള്ളതാണ്. ഇപ്പോൾ പലാസോ വേണ്ട, നോർമൽ പാൻറ്റ് വേണമെന്ന് വെച്ചാൽ അത് വെച്ചിട്ടായാലും നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഈ ഒരു 3 തരത്തിലുള്ള ലെഗിൻസോ പാൻസോ സിഗാർ പാൻസോ ആങ്കിൾ ലെങ്ത് എന്തായാലും കാര്യം നടക്കും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ കയ്യിലുള്ള വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോ. അപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ ബിബ ബ്രാൻഡിൻ്റെ ഒരു കുർത്തിയാണ്. ബിബ ബ്രാൻഡ് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. അവരുടെ ഒരുവിധം മിക്ക കുർത്തികളിലും ഈ തിളങ്ങുന്ന സംഭവം ഉണ്ടാവും കേട്ടോ. ഞാൻ തിളങ്ങാത്തത് നോക്കി കുറേ മേടിക്കാൻ ട്രൈ ചെയ്തു, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ഇനി ഇത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫെസ്റ്റിവൽ വെയറിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാരണം ഇതൊരു സിൽക്കി മെറ്റീരിയലാണ്. കളർ വരുന്നത് ബ്ലൂ, അതിൽ ഗോൾഡൻ്റെ പ്രിൻറ്റ് വന്നിട്ടുണ്ട്. ഓവറോൾ സിൽക്കി ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ.
പിന്നെ യോക്കിൽ അങ്ങനെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, പക്ഷേ ഒരു പൈപ്പിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്ക് നോക്കുകയാണെങ്കിൽ നെക്കിൽ ഒരു ചെറിയ വി കട്ട്, പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ബട്ടൺ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലും ഇങ്ങനെ ഒരു പൈപ്പിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് കേട്ടോ. സ്ട്രെയിറ്റ് കുർത്തിയാണ്. ഓവറോൾ ഈ ഒരു സെയിം ഗോൾഡിൻ്റെ ഫോയിൽ പ്രിൻറ്റ് വർക്ക് എല്ലായിടത്തും വന്നിട്ടുണ്ട്. പിന്നെ ഇത് ബ്രാൻഡ് ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ സംഭവം കൂടി ഉണ്ടാവും കേട്ടോ. ടാഗാ എന്താ പറയുക അതിനെ, എന്താ ലോഗോ അതും ഉണ്ടാവും കേട്ടോ. അത് ഉണ്ടെങ്കിലാണ് അത് അവരുടെ ബ്രാൻഡ്. കാരണം ഈ സംഭവം കണ്ടോ, ഈ ലോഗോ തന്നെ അവരുടെ ഈ ഒരു സൈഡ് പോർഷനിൽ എവിടെയെങ്കിലും നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും അല്ല, ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് എന്തായാലും നമുക്ക് കാണും. അത് കൂടാണ്ട് നമുക്കൊരു ബട്ടണും കൂടി ഇതിൻ്റെ കൂടെ കിട്ടും കേട്ടോ. അതൊരുവിധം എല്ലാ ബ്രാൻഡിൻ്റെ കുർത്തീസിലും നമുക്ക് ഈ ഒരു ബട്ടൺ എക്സ്ട്രാ നമുക്ക് എന്തായാലും ആഡ് ഓൺ അവർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ബീബ ബ്രാൻഡിൻ്റെ ലാർജാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് സൈസ്. പക്ഷെ ലാർജ് മേടിച്ചാലും എനിക്ക് ഭയങ്കര ലാർജ് മീൻസ് 36 സാധാരണ 40 ആണ് മേടിക്കാറ്. നമ്മൾ ലാർജ് പറഞ്ഞിട്ടാണ് കേട്ടോ അതിൽ ഓർഡർ ചെയ്തത്. വന്നത് ഇതാണ്, പക്ഷെ നമുക്ക് പാകമാണ്. അപ്പോൾ ഇതും അത്യാവശ്യം കുറച്ച് ലൂസാണ്. പിന്നെ സിൽക്കി മെറ്റീരിയൽ ആണല്ലോ, നല്ല ടൈറ്റിൽ ഇടണ്ടെന്ന് വിചാരിച്ചു. ഉഷ്ണിക്കാണെങ്കിൽ തന്നെ ഒട്ടിയിരിക്കേണ്ട, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലൂസായിട്ട് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ബീബ ബ്രാൻഡിൻ്റെ സിംഗിൾ ഒരു കുർത്തി കളക്ഷനാണ് വരുന്നത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാത്തിൻ്റെയും കൂടെ പെയർ ചെയ്തിട്ടുള്ള ഒരു ചെരുപ്പ്, സൂക്ക് ബ്രാൻഡിൻ്റെ ചെരുപ്പ് കേട്ടോ. സാധാ നോർമൽ ഒരു കൊലാപ്പുരി സ്റ്റൈലിലുള്ള ചെരുപ്പാണിത്. അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇത് ഒരു ജൂട്ട് മെറ്റീരിയൽ, ജൂട്ട് എന്ന് പറയുമ്പോൾ ഒറിജിനൽ ജൂട്ടല്ല, പക്ഷേ ജൂട്ട് മെറ്റീരിയലാണ് ഇതിൻ്റെ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കൊലാപ്പുരി സ്റ്റൈലിലാണ് ഇത് ചെയ്തിരിക്കുന്ന വർക്ക്. ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഗ്രിപ്പും ഉണ്ട്, അത്യാവശ്യം നമുക്ക് നടക്കുമ്പോൾ തന്നെ ഒരു ഗ്രിപ്പ് ഫീൽ ചെയ്യും. പിന്നെ സൂക്ക് ബ്രാൻഡിൻ്റെ ലോഗോ ആ സംഭവമൊക്കെ ഉണ്ട്. ഇവിടെയും നമുക്ക് ആ ഒരു ബ്രാൻഡിൻ്റെ ലോഗോ വരുന്നുണ്ട്. പിന്നെ ഉള്ളിലത്തെ കാല് വയ്ക്കുമ്പോൾ തന്നെ അത്യാവശ്യം വല്ലാണ്ട് അങ്ങോട്ട് സോഫ്റ്റ് പറഞ്ഞ ഉള്ളിലേക്ക് കാല് പോവില്ല, എന്നാലും നമുക്ക് ഇടുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ മേടിച്ച സൈസ് 40 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ 7, അപ്പോൾ UK സൈസ് 40 ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ നോർമലി ഈ എല്ലാത്തിനും കൂടി പെയർ ചെയ്തിട്ടുള്ള ഒരു കൊലാപ്പൂരി ചെരുപ്പ് കേട്ടോ. പിന്നെ ഇതിന് അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്, കാരണം ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഇതിൻ്റെ സെപ്പറേറ്റ് ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന് പക്ഷേ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഈ കളർ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒരുപാട് വേറെ കളേഴ്സും വേറെ പ്രിൻറ്റിലൊക്കെ വരുന്ന നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും എനിക്കിഷ്ടമായി. കൊലാപ്പൂരി ചെരുപ്പ് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു കേട്ടോ, സിമ്പിളായിട്ട് ഇങ്ങനെ പെട്ടെന്ന് പോകാൻ വേണ്ടി. പക്ഷേ മഴയത്തിട്ട് നടക്കാൻ പറ്റില്ല. മഴയത്ത് ഇട്ട് നടന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ഈ ഒരു പോർഷനൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരും. എൻ്റെ ഒരെണ്ണം അങ്ങനെ പോയിട്ടുണ്ട്, ഞാൻ മഴയത്തൊക്കെ യൂസ് ചെയ്ത്. പക്ഷേ ഇത് ജൂട്ട് മെറ്റീരിയൽ അല്ല, നനയാൻ പാടില്ല, നമുക്ക് നോർമലി ആയിട്ട് യൂസ് ചെയ്യാം. നോർമൽ എന്ന് പറഞ്ഞാൽ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, മഴയത്ത് മാത്രം യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു കളക്ഷൻ. അത്യാവശ്യം റേറ്റ് ഉണ്ട്, എക്സ്പെൻസീവ് ആണ്. പിന്നെ സെയിലുള്ള സമയത്തൊക്കെ റേറ്റ് കുറയും. ഇനി ഞാൻ ഒരെണ്ണം റിവ്യൂ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഫ്റ്റർ വാഷ് റിവ്യൂ എന്ന് പറയണത്. അതാണ് ഈ ഒരു അനാർക്കലി കുർത്തി. ഇനി ഇത് സൈസ് വരുന്നത് ലാർജ്, രംഗീത ബ്രാൻഡ്. ഇതൊരു അനാർക്കലി സ്റ്റൈലിലുള്ള കുർത്തിയാണ്, ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ നെക്ക് പോർഷൻ വരുമ്പോൾ ചൈനീസ് കോളർ, ഒരു ചെറിയ വി നെക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫോയിൽ പ്രിൻറ്റ് തന്നെയാണ്. ഇപ്പോൾ ഈ യോക്കിൽ കാണിച്ചിരിക്കുന്ന ഇതും ഒരു ഫോയിൽ പ്രിൻറ്റിൻ്റെ വർക്കാണ്. വാഷ് ചെയ്തു 1-2 തവണയല്ല, കുറേ തവണ വാഷ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഫോയിലിൻ്റെ ആ ഒരു ഗ്ലേസിങ്, ആ ഒരു ഇതൊന്നും അങ്ങനെ കുറഞ്ഞിട്ടില്ല. ചില നമ്മൾ ഫോയിൽ പ്രിൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വാഷ് ചെയ്യും തോറും ഒരു ബ്ലാക്ക്നെസ് വരും, ഒരു കറുക്കണ ഒരു ഫീല് വരും. പക്ഷേ ഇതിന് അങ്ങനെ ഒരു ഫീല് വന്നിട്ടില്ല കേട്ടോ. ആ സെയിം ആസ് ഇറ്റ് ഈസ് ആ ഒരു ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ അവിടുത്തെ നമ്മളിപ്പോൾ സാധാരണ
ഈ ഒരു പോർഷൻ നമ്മുടെ ഈ ഒരു പോർഷൻ നമ്മൾ എപ്പോഴും ഇങ്ങനെ ബെൻഡ് ചെയ്യുമല്ലോ. അപ്പോൾ ബെൻഡ് ചെയ്യുമ്പോൾ സാധാരണ പൊട്ട തരത്തിലുള്ള ഒരു ഫോയിൽ പ്രിൻ്റ് ആണെങ്കിൽ ഈ ഭാഗമൊക്കെ വേർപ്പ് വരുമ്പോൾ ഒക്കെ ഈ ഇളകാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. പക്ഷേ ഇതിനും അങ്ങനെ ഇളകിയിട്ടൊന്നുമില്ല. അതാ വാഷ് ചെയ്തിട്ടുണ്ട്, അതേപോലെ നിൽക്കണം. അവിടെ കളർ ഫെയ്ഡ് ആവുക അങ്ങനെ ഒരു സംഭവമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പോർഷനിലും നമുക്ക് അത്യാവശ്യം കളർ ഫെയ്ഡ് ആവുന്ന ഒരു സംഭവം ഫീൽ ചെയ്യാറുണ്ട്. അവിടെയും കളർ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, വാഷ് ചെയ്തിട്ടുണ്ട്. അനാർക്കലി സ്റ്റൈലിൽ അത്യാവശ്യം ഫ്ലയർ വരുന്ന ഒരു കുർത്തിയാണ്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ അതാ ഫുൾ ആ ഒരു ഫോയിൽ പ്രിൻറ്റ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രംഗീത ബ്രാൻഡിൻ്റെ ലാർജാണ് ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ്. ഇതിൽ 2 കളർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ഒരു ബ്ലൂവും ഒരു പിങ്കും അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗോൾഡൻ കളറുടെ പാൻറ്റാണ് കേട്ടോ. പാൻറ്റ് മേടിക്കുമ്പോൾ ഞാൻ എക്സൽ തന്നെയാണ് മേടിക്കാറ്. ഇനി ഗോൾഡൻ കളറുടെ പാൻറ്റ് ഇപ്പോൾ നമുക്ക് ആമസോണിൽ എങ്ങനെ തപ്പിയാലും നമുക്ക് വൈറ്റ് പാൻറ്റ് ഇതൊക്കെ തപ്പി കഴിഞ്ഞാൽ കിട്ടും. ഇനി ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഇത് വൺ സൈഡ് നമുക്ക് പ്ലെയിൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ എലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ. ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് എക്സൽ സൈസാണ്. അത്യാവശ്യം കുഴപ്പമില്ല, 2 സൈഡ് പോക്കറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. ഇനി അടുത്തൊരു കളക്ഷൻ എന്ന് പറയുമ്പോൾ നല്ല ഒരു പിങ്ക് കളർ, മജന്ത കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഷെയ്ഡിലാണ്. ഇത് സൈസ് ഇഷീൻ ബ്രാൻഡൊക്കെ നമ്മൾ സ്ഥിരം മേടിക്കുന്നതാണ്. പക്ഷെ കൂടുതൽ പാർട്ടി വെയറിലൊക്കെ കൂടുതൽ ഞാൻ മേടിച്ചിട്ടുള്ളത്. പിന്നെ നോർമലായിട്ട് മേടിച്ചിട്ടുണ്ട്, പക്ഷെ കോട്ടൻ്റെ മെറ്റീരിയൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല. പക്ഷേ ഇത് കോട്ടൻ്റെ മെറ്റീരിയലാണ്, നല്ല ഡാർക്ക് ഷെയ്ഡാണ്, പിങ്ക് കളറുടെ. ഓവറോൾ നോക്കുകയാണെങ്കിൽ യോക്കിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതും ഫുൾ എംബ്രോയ്ഡറിയുടെ വർക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു നെക്കിൻ്റെ പോർഷനിൽ ചെറിയൊരു കട്ട് കൊടുത്തിട്ട് ഒരു ഡ്രോ സ്ട്രിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ടെസൽസും ഉണ്ട് കേട്ടോ നമുക്ക് കെട്ടാനായിട്ട്. അത് ജസ്റ്റ് ഒരു ഷോ പർപ്പസിന് വേണ്ടിയിട്ട്. പക്ഷെ ഭയങ്കര നല്ലൊരു കളറായി പോയി, നല്ല പിങ്ക് എന്ന് പറഞ്ഞാൽ നല്ല പിങ്ക്. ഇനി ഇത് വാഷ് ചെയ്യുമ്പോൾ ഈ കളർ ഇതിലേക്ക് കയറോ ഇല്ലയെന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ആണെങ്കിൽ പറയാം അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ. പക്ഷേ ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് അങ്ങനെ കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. 3/4 ആണ് സ്ലീവ് വരുന്നത്. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആണ്. പിന്നെ ചെറിയ വർക്ക് എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ ഓവറോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷീൻ ബ്രാൻഡിൻ്റെ ലാർജാണ് ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ്. ഇതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ആമസോണിൽ തപ്പി കഴിഞ്ഞാൽ കിട്ടും. കാരണം 3 lakh+ നമുക്ക് കളക്ഷൻസ് തന്നെ കാണാനുണ്ട്. അതിൽ ഇങ്ങനെ തപ്പി നമ്മൾ 1 2 അല്ല, ഒരു 5-6 ഡ്രസ്സുകൾ നമ്മളിങ്ങനെ തപ്പിയെടുക്കാന്ന് പറയുമ്പോൾ എത്രയോ സമയം ഇരുന്നിട്ടാണ് നമ്മൾ. കാരണം 3 lakh+ സ്റ്റൈൽസ് തന്നെ അതിൽ കാണാനുണ്ട്. അത് ഏതൊരു ഇതിലായിക്കോട്ടെ, 1500+ ടോപ്പ് ബ്രാൻഡ്സിൽ തന്നെ 3 lakh+ സ്റ്റൈൽസ് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ സെയിലും നടക്കുന്നുണ്ട്. 50 to 80% സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 31st സ്റ്റാർട്ട് ചെയ്തത്. അത് നമുക്ക് ജൂൺ 5th വരെയൊക്കെ ഉണ്ട്. ഇനിയെങ്കിലും നമ്മുടെ വാൾഡ്രോപ്പിൽ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് പുതിയ കളക്ഷൻസ് ഒക്കെ നമുക്ക് കയറ്റാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ വിലക്കുറവ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ തപ്പി എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നല്ല കളക്ഷൻസും ഉണ്ട്. വിസ്റ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ പോയി പർച്ചേസ് ചെയ്തോ കേട്ടോ. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ്. വാൾഡ്രോപ്പ് റീഫ്രഷ് സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.